പ്രിയമുള്ളവരെ, നമ്മൾ കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭീതി ജനിപ്പിക്കുന്നതാണ്. ഈ അടുത്ത് ഞാൻ പഠിച്ച കുമ്പള ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവ വേദിയിൽ മെയ് അവതരിപ്പിച്ചപ്പോൾ അതിന് അധ്യാപകർ തടയുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് വീണ്ടും അതേ സ്റ്റേജിൽ വെച്ച് ആ പ്രോഗ്രാം നടത്തുകയും വാർത്തകളിലൊക്കെ ഇടന്ന് പിടിക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞ് വീണ്ടും തട്ടം വിവാദം വന്നിരിക്കുന്നു. ഒരു അധ്യാപിക തൻ്റെ സ്കൂളിലേക്ക് തട്ടം ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതാചാരമുള്ള വേഷ സംവിധാനത്തോടുകൂടി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതേ സ്കൂളിലേക്ക് ഒരു തട്ടം ധരിച്ചുകൊണ്ടൊരു കുട്ടി വരുമ്പോൾ തട്ടം ധരിക്കാൻ പാടില്ല, ഇത് സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് ഭീതിപ്പെടുത്തുന്ന നിലക്കാണ് എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കുന്നു. ആ സ്കൂളിലെ മൊത്തം കുട്ടികളുടെ മനസ്സിലും മതവിദ്വേഷം ഇഞ്ചക്ട് ചെയ്യുന്നതിൽ ആ അധ്യാപക വിജയിച്ചു. ഒരു തട്ടം ധരിച്ചു കൊണ്ടിരുന്ന വിദ്യാർത്ഥി വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാകുന്നു എന്ന് പറയുമ്പോൾ എത്ര മലിനമായിരിക്കും ആ സ്ത്രീയുടെ മനസ്സ്. ഒരു അധ്യാപിക പോസ്റ്റിൽ തുടരാൻ ആ സ്ത്രീ ഒരിക്കലും അർഹത അല്ല. ആ സ്ത്രീ നടത്തിയ പത്രപ്രസ്താവന നമ്മൾ കണ്ടതാണല്ലോ. ഒരു LKG കുട്ടികൾ പോലും പറയുന്ന നിലക്ക് ഇംഗ്ലീഷിൽ സ്ഫുടതയില്ലാതെ ഉച്ചരിക്കുകയും പറയുകയും ചെയ്യുന്ന എന്ത് ക്വാളിഫിക്കേഷനാണ് ആ സ്ത്രീക്കുള്ളത്? കർത്താവ് കൊടുത്ത പണിയാണത്. കർത്താവിൻ്റെ ആൾക്കാരെന്ന് പറയുകയും മനസ്സിൻ്റെ ഉള്ളിൽ ദുർഗന്ധം പേറി നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ. പൂർവികന്മാർ നമുക്ക് നൽകിയ ആ പാരമ്പര്യം, ആ മഹത്തമായ കേരളത്തിൻ്റെ തനിമ, സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും സാഹോദര്യത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു കലാലയ അന്തരീക്ഷം മലിനമാക്കപ്പെടുകയാണ്. മതവിദ്വേഷത്തിൻ്റെ, മതധ്രുവീകരണത്തിൻ്റെ, മതത്തോടുള്ള വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലാലയം. ഒരുപാട് നല്ല നല്ല അധ്യാപകരുള്ള കേരളത്തിൽ ഇതുപോലത്തെ ചില കീടങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തുകയും സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് തുടരാൻ ആ അധ്യാപകർ ഒരിക്കലും അർഹതയില്ല. കാരണം ആ സ്ത്രീക്ക് ഇംഗ്ലീഷ് അറിയില്ല. തൻ്റെ കുട്ടികൾക്ക് എന്താണ് പിന്നെ പഠിപ്പിച്ചു കൊടുക്കുക? സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും കഴിയേണ്ട ഒരു സ്കൂൾ ജീവിതം, കലാലയ ജീവിതത്തിൽ നിന്ന് മതപരിവർത്തനത്തിൻ്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ പ്രചരിപ്പിക്കുക, അത് പ്രചാരകരാകുക അത്യന്തം വേദനജനമായ വാർത്തകളാണ്. നമ്മൾ ഉണരണം. ഒരുപാട് നല്ല നല്ല അധ്യാപകരും നല്ല നല്ല അനുഭവ സാക്ഷ്യമുള്ള കലാലയ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇതുപോലത്തെ വാർത്തകൾ ഇനിയും കേൾക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സ്നേഹം പൂത്തുലയിടുന്ന ഇടങ്ങളായി നമ്മളെ കലാലയങ്ങൾ മാറട്ടെ. ഒത്തൊരുമയോടെയും തൻ്റെ സഹോദരനും കൂട്ടാളിയും കൂട്ടുകാരിയും ഒരുമയോടെ ഒത്തൊരുമയോടെ സ്നേഹം പങ്കിട്ട് അവൾ കളിച്ച് ചിരിച്ച് വളരട്ടെ. അവിടെ മതവിദ്വേഷം നമുക്ക് വേണ്ട.